വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗിന്റെ പ്രയോജനം എന്താണ്? ടയർ തേയ്മാനം കുറയ്ക്കുക, ബ്രേക്കിംഗിൽ സഹായിക്കുക, ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക, ഡ്രൈവിംഗ് എഫേർട്ട് വർദ്ധിപ്പിക്കുക. ഉത്തരം ഡ്രൈവിംഗ് എഫേർട്ട് കുറയ്ക്കുക. പരുക്കൻ ഡ്രൈവിംഗ് എങ്ങനെ ഒഴിവാക്കാം? പാർക്കിംഗ് ബ്രേക്ക് സാവധാനം പ്രയോഗിക്കുക, സർവീസ് ബ്രേക്കിൻ്റെ പെട്ടെന്നുള്ള പ്രയോഗം, ഗിയറുകൾ മാത്രം ഉപയോഗിച്ച് വേഗത കുറയ്ക്കുക, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഉത്തരം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. ഏത് അവസരത്തിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ബ്രേക്കിംഗ്, കോർണറിംഗ്, ആക്സിലറേഷൻ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. ലാമിനേറ്റ് ചെയ്ത സുരക്ഷാ വിൻഡ്സ്ക്രീൻ ഗ്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പൊടിഞ്ഞു വീഴുകയില്ല, ഡ്യുവൽ ഗ്ലാസുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഒട്ടിച്ചിരിക്കുന്നു, ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ല, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ പ്രാഥമികമായി എന്തു ചെയ്യണം? നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക, വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോവുക, ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക, ആൾക്കൂട്ടമുണ്ടെങ്കിൽ വാഹനം നിർത്തരുത്. ഉത്തരം നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൽ ഇടിച്ചിരിക്കുന്നു. ആ സമയത്ത് ആ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപകട സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ച് കേടുപാടുകൾ എത്രയും വേഗം ഇല്ലാതാക്കുക, എത്രയും വേഗം ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക, അപകടം നടന്ന സ്ഥലത്തിൻ്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക, നാട്ടുകാരെ അറിയിക്കുക. ഉത്തരം അപകടം നടന്ന സ്ഥലത്തിൻ്റെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. വാഹനത്തിൻ്റെ വിൻഡ്സ്ക്രീനിൽ ഘടിപ്പിച്ച വൈപ്പർ ഡാഷ്. കഴുകുമ്പോൾ വെള്ളം തുടക്കുന്നതിന്, ഏത് സീസണിലും വിൻഡ്ഷീൽഡ് വൃത്തിയാക്കുന്നതിന്, എതിരെ വരുന്ന വാഹനം നിർത്താനുള്ള സിഗ്നലായി, വിൻഡ്സ്ക്രീനിൽ സംരക്ഷിക്കുന്നതിന്. ഉത്തരം ഏത് സീസണിലും വിൻഡ്ഷീൽഡ് വൃത്തിയാക്കുന്നതിന്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് സുരക്ഷാ ഉപകരണം ഡ്രൈവറെ പരിക്കിൽ നിന്നും സംരക്ഷിക്കുന്നു? സീറ്റ് പൊസിഷനർ, സീറ്റ് ബെൽറ്റ്, സീറ്റ് ടൈറ്റനർ, ഹാൻഡ് റെസ്റ്റ്. ഉത്തരം സീറ്റ് ബെൽറ്റ്. രാത്രിയിൽ ഹൈ ബീം ഓണാക്കി ഒരു കാർ നിങ്ങളുടെ അടുക്കിലേക്ക് ഓടിക്കുന്നുവെങ്കിൽ ആ കാറിൻ്റെ ഡ്രൈവർ ഡാഷ്. ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഹൈ ബീം റോഡിൽ പ്രകാശം പരത്തുന്നതിനാൽ സുരക്ഷിത ഡ്രൈവർ. മറ്റ് റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഒരു ഘോഷയാത്രയുടെയോ അല്ലെങ്കിൽ സൈനികരുടെ സംഘത്തെയോ കടന്നു പോകുമ്പോൾ ഡാഷ്. പതിവ് വേഗതയിൽ തുടരുക, ജോലി പൂർത്തിയാക്കാൻ വാഹനം നിർത്തുക, വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കാം, നിർത്തിയതിനു ശേഷം മുന്നോട്ട് പോവുക. ഉത്തരം
വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഒരു മോട്ടോർ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഉത്തരം മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഒരു റെൻ്റ് ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഉത്തരം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. ഉത്തരം പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ, പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ, വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. ഉത്തരം പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. കാൽനട ക്രോസിംഗിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഡാഷ് ഹോൺ മുഴക്കി മുന്നോട്ട്, പതുക്കെ ഹോൺ മുഴക്കി കടന്നു പോവുക, വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തിരിക്കുക, കാൽനട യാത്രക്കാർ വലതുവശത്താണെങ്കിൽ ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് കടന്നു പോകാം. ഉത്തരം വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതുവരെ കാത്തിരിക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ടയർ വലിപ്പം നോക്കി, വാഹനത്തിൻ്റെ നിറമനുസരിച്ച്, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. നടപ്പാതയില്ലാത്ത റോഡിൽ കാൽനട യാത്രക്കാർ ഡാഷ് റോഡിൻ്റെ ഇടതുവശത്തു കൂടി നടക്കണം, റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം, റോഡിന് ഇരുവശവും നടക്കാം. കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല. ഉത്തരം റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? പോലീസ് വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ സർവീസ് വാഹനങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാവുന്നത്? മലയിറങ്ങുമ്പോൾ, റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിൽ, മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ, എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. ഉത്തരം മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. ഒരു ഡ്രൈവർ വാഹനം സാധാരണഗതിയിൽ ഓടിക്കേണ്ടത് ഡാഷ് റോഡിൻ്റെ വലതുവശത്തു കൂടി, റോഡിൻ്റെ ഇടതുവശത്തു കൂടി, റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി, റോഡിൻ്റെ ഏതു വശത്തു കൂടിയും. ഉത്തരം റോഡിൻ്റെ ഇടതുവശത്തു കൂടി. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.